ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോറിൻ കോർപ്പറേഷനിൽ ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് കേട്ടോ. ഇംഗ്ലണ്ടിന്റെ മെയിൻ പോയിന്റ്സ്, എക്സാംസിന് വരുന്ന പോയിന്റ്സ് ഒക്കെ ഇന്ന് നമ്മളിവിടെ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. The cooperative movement originated in England. So the birthplace of cooperation was England. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാണെന്ന് പറയുന്നത്? ഇംഗ്ലണ്ടിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇംഗ്ലണ്ടാണ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, വൂൾവിക് ആൻഡ് ചാർട്ടൺ എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ. ഏത് വർഷം അത് വന്നേ? 1760 വന്നേ. 1760 വൂൾവിക് ആൻഡ് ചാർട്ടൺ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ഇനി 1761 മാർച്ച് 14 വന്നു ഫെൻവിക് വീവേഴ്സ് സൊസൈറ്റി. ഫെൻവിക് വീവേഴ്സ് സൊസൈറ്റി 1761 മാർച്ച് 14. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു CR ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ നമുക്കത് നോക്കാം. കോർപ്പറേഷൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആണ് എന്തിൻ്റെയൊക്കെ? എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് കോർപ്പറേഷനെ കാണുന്നത്. ഏതൊക്കെ കണ്ടീഷൻസ് വഴി? എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്ത ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലേ. അപ്പം CR ഫേ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് കണ്ടാൽ ആരുടെ പേര് കൊടുക്കുക? CR ഫേന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ബർത്ത് പ്ലേസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് ആണ്. 1760 വൂൾവിക് ആൻഡ് ചാർട്ടൺ എന്ന് പറയുന്നതാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. വേൾഡിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് വൂൾവിക് ആൻഡ് ചാർട്ടൺ. 1761 മാർച്ച് 14 എന്ത് വന്നേ? ഫെൻവിക് വീവേഴ്സ് സൊസൈറ്റി വന്ന കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എടുക്കാം. ഒറിജിൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്ന് നമുക്ക് പറയാം. കോപ്പറേഷൻ വാസ് ദ ഔട്ട്പുട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഓൾറെഡി CR ഫേ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? കോപ്പറേഷൻ എന്ന് പറഞ്ഞ അല്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കോപ്പറേഷൻ വാസ് ദ ഔട്ട്പുട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടുക്ക് പ്ലേസ് ഇൻ 18th century. 18ാം നൂറ്റാണ്ടോട് കൂടിയാണ് എന്ത് വന്നത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് എന്തിന് കാരണമായത്? കോപ്പറേഷൻ ഒറിജിനേറ്റ് ചെയ്യാൻ കാരണമായതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഏത് വർഷമാണത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1760 1840 ഇടയിലാണ് കേട്ടോ വന്നത്. 1760 1840 നമ്മൾ പഠിച്ചു. 1760 എന്ത് വന്നു എന്നാ പഠിച്ചേ? വൂൾവിക് ആൻഡ് ചാർട്ടൺ അല്ലേ, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ഇനി 1761 എന്ത് വന്നു? ഫെൻവിക് വീവേഴ്സ് സൊസൈറ്റി അല്ലേ. മാർച്ച് 14 1761 വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം 1760 തൊട്ട് 1840 വരെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു കാലഘട്ടമായിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ റിസൾട്ടഡ് ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആൻഡ് ലീഡ് ടു ദ അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എന്തിനാ കാരണമായ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്തിനോ റിസൾട്ടഡ് ആയി എന്ന് പറയുന്നുണ്ട് അല്ലെ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ. അതുപോലെ തന്നെ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഈക്വൽ അല്ലാതെ അൺഇവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നാ പറയുന്നത്. ഓക്കെ, ഇത് രണ്ട് കാര്യങ്ങൾക്ക് കാരണമായി. രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണമായി. ഇറ്റ് ക്രിയേറ്റഡ് 2 classes മെയിൻലി, നെയിംലി വർക്കിംഗ് ക്ലാസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ്. വർക്കിംഗ് ക്ലാസ് എന്നും ക്യാപിറ്റലിസ്റ്റിന്റെ ക്ലാസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മീൻസ് രണ്ട് ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവാൻ കാരണമായി. അപ്പം ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ബിഗെയിൻ ടു എക്സ്പ്ലോയിറ്റ് ദ വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് ക്ലാസ്സിനെ ആര് ചൂഷണം ചെയ്യാൻ തുടങ്ങി? നമ്മുടെ ക്യാപിറ്റലിസ്റ്റുകൾ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഇൻ ഓർഡർ ടു ദിസ് സെവറൽ തിയറീസ് വെയർ ഇവോൾവ്ഡ് ഫോർ റിഫോംസ് മൂവ്മെന്റ്. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമായി? കുറെ റീഫോംസ് ഉണ്ടാവാനുള്ള കാരണമായി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഇതില് എന്താ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണമാണ് എന്തുണ്ടായത്? കോർപ്പറേഷൻ ഉണ്ടായത് അല്ലെ. അതിന്റെ ഔട്ട്പുട്ടാണത് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്തു? 1760 1840 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നത്. ഇത്
ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായി അല്ലേ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് കാരണമായി. അതുപോലെ തന്നെ അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതിനും കാരണമായി. അപ്പം ഇതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്ലാസ് എന്നും പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ് എന്നും പറഞ്ഞു രണ്ട് ക്ലാസ്സുകളായിട്ട് അവിടെ തിരിയാനുള്ള കാരണം ഇവിടെ വർക്കിംഗ് ക്ലാസ്സിനെ ആളുകൾ ചൂഷണം ചെയ്യാനും തുടങ്ങി. ഓക്കെ, ഇത്രയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദം വേർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫ്രണ്ട്ലി സൊസൈറ്റീസ്, ട്രേഡ് യൂണിയൻ, കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഈ മൂന്നെണ്ണാണ് മെയിനായിട്ട് ഈ എന്തിന് ഞാൻ പറഞ്ഞില്ലേ വർക്കിംഗ് ക്ലാസ് ക്യാപിറ്റലിസ്റ്റ് എന്നും പറഞ്ഞിട്ട് രണ്ട് ക്ലാസ് ഉണ്ടാവാൻ കാരണമായി എന്ന് പറഞ്ഞില്ലേ. ഇതിന്റെ ഭാഗമായിട്ട് കുറെ ഫോംസ് ഒക്കെ വന്നു. അപ്പൊ അതിൽ വരുന്നതാണ് ഫ്രണ്ട്ലി സൊസൈറ്റി, ട്രേഡ് യൂണിയൻ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നതാണ്. ഇതിൽ ഫ്രണ്ട്ലി നമുക്ക് ബാക്കി വായിക്കാം. ബട്ട് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആർ ഫെയിൽഡ്. ഫ്രണ്ട്ലി സൊസൈറ്റിയും ട്രേഡ് യൂണിയനും ഫെയിൽ ആയിപ്പോയി. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ദ ഐഡിയ ഓഫ് കോപ്പറേഷൻ ഒറിജിനേറ്റഡ് ഇൻ വർക്കേഴ്സ് മൈൻഡ്. ഇത് വർക്കേഴ്സിന്റെ മൈൻഡിൽ എന്ത് കൊണ്ടുവരാൻ കാരണമായി? കോപ്പറേഷൻ ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ മെയിനായിട്ടുള്ള ഒരാളാണ് ഇംഗ്ലണ്ടിലെ മെയിനായിട്ടുള്ള ഒരാളാണ് റോബർട്ട് ഓവൻ എന്ന് പറയുന്ന ആള്. റോബർട്ട് ഓവൻ വാസ് ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് ഫസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെവലപ്മെന്റിനുള്ള മെയിനായിട്ടുള്ള ഒരു ആളാണ് ആര്? റോബർട്ട് ഓവൻ. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിലേക്ക് ആദ്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളും റോബർട്ട് ഓവൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ റോച്ചഡേൽ പയനീഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് റോച്ചഡേൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. എന്താ പറയുന്നത്? റോച്ചഡേൽ പയനീഴ്സ് എന്തു കൊണ്ടുവന്നു? റോച്ചഡേൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? റോച്ചഡേൽ പയനീഴ്സ് ആണ്. അപ്പൊ ഇതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിട്ട് പറയുന്നത്. തറക്കല്ല അല്ലെ, അങ്ങനെ പറയുന്നത് എന്താണ്? റോച്ചഡേൽ പയനീഴ്സ് കൊണ്ടുവന്ന റോച്ചഡേൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റേഴ്സിനെ നോക്കാം. ആരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. റോബർട്ട് ഓവൻ നമ്മൾ പറഞ്ഞു. റോബർട്ട് ഓവൻ ആരാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഇനി അടുത്തത് വില്യം കിങ്, അർഡന്റ് ഫോളോവർ ഓഫ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവന്റെ ഒരു ഫോളോവർ ആയിട്ടാണ് വില്യം കിങ്ങിനെ പറയുന്നത്. ഇനി ഇ.വി. നീൽ. ഇ.വി. നീൽ ആരാ? ഹോൾസെയിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ കൊണ്ടുവന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇ.വി. നീലാണ് കേട്ടോ. ഹോൾസെയിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ 1863 ഇത് വന്നത്. 1863 ഹോൾസെയിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഇ.വി. നീലിന്റെയാണ്. ഇനി അടുത്തത് ചാൾസ് ഹൗറത്ത്. ചാൾസ് ഹൗറത്ത് എന്തായിരുന്നു? REPSന്റെ പ്രസിഡന്റ് ആണ് അല്ലെ. REPS എന്ന് പറഞ്ഞാൽ റോച്ചഡേൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റിന്റെ പ്രസിഡന്റ് ആണ് ചാൾസ് ഹൗറത്ത് എന്ന് പറയുന്ന ആള്. അടുത്തത് ജെയിംസ് ടാലി. ജെയിംസ് ടാലി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഓഫ് REPS, റോച്ചഡേൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റിന്റെ സെക്രട്ടറി ആണ് ജെയിംസ് ടാലി. ഇനി DGH കോലെ, അതേപോലെ തന്നെ റോച്ചഡേൽ, ഇത്രയും ആളുകളാണ് മെയിനായിട്ട് ഇംഗ്ലണ്ടിന്റെ കോപ്പറേറ്റേഴ്സ് എന്ന് പറയും. മെയിനായിട്ട് നമ്മൾ റോബർട്ട് ഓവനെയും വില്യം കിങ്ങിനെയും ഒന്നും മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പം ഇംഗ്ലണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് എന്തൊക്കെയാണ്? ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേഷൻ. നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണം ആരാണ്? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പൊ ഇംഗ്ലണ്ട് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേഷൻ. ബർത്ത് പ്ലേസ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയന്റെയും ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇംഗ്ലണ്ട് ആണ് അല്ലെ. അതേപോലെ ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഹൗസിംഗ് സൊസൈറ്റീസിന്റെയും ബർത്ത് പ്ലേസ് ആയിട്ട് നമ്മൾക്ക് എന്തിനെ പറയാം? ഇംഗ്ലണ്ടിനെ പറയാം. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ലോ ഒക്കെ കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിലാണ്. അതേപോലെ തന്നെ ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ്. സ്റ്റോർ മൂവ്മെന്റിന്റെ ഒക്കെ ബർത്ത് പ്ലേസ് ആയിട്ടും ഇംഗ്ലണ്ടിനെ പറയാം. മെക്ക ഓഫ് കോപ്പറേഷൻ. നമ്മൾ മെക്ക എന്നൊക്കെ പറയുന്ന മെക്ക ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നതും ഇംഗ്ലണ്ട് ആണ് കേട്ടോ.
ഇനി ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നതും ഇംഗ്ലണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പഠിച്ചു. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നാണ് പറയുന്നതെങ്കിൽ ജർമ്മനീനെ കൊടുക്കുക. ഇവിടെ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആരെ കൊടുക്കാം? ഇംഗ്ലണ്ടിനെ കൊടുക്കാം. ഇനി കോൺ ലോസ് പാസ്ഡ് ബൈ ബ്രിട്ടൻ. കോൺ ലോസ് പാസ് ചെയ്തത് ബ്രിട്ടൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഹോംലാൻഡ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റോർ മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ ഹോംലാൻഡ് ആണെന്ന് പറഞ്ഞു. ബർത്ത് പ്ലേസ് ഓഫ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ക്രെഡിറ്റ് ആയിരുന്നെങ്കിലോ ജർമ്മനിന്ന് പറയാം. നോൺ ക്രെഡിറ്റ് ആകുമ്പോൾ ആരെ പറയാ? ഇംഗ്ലണ്ടിനെ പറയാം കേട്ടോ. ഇനി കോപ്പറേറ്റീവ് പാർട്ടി വന്നത് ഇംഗ്ലണ്ടിലാണ്. ഏത് വർഷം? 1917 വന്നത്. 1917 കോപ്പറേറ്റീവ് പാർട്ടി വന്നു. റിലേറ്റഡ് വിത്ത് ദ ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണിത്. കോപ്പറേറ്റീവ് പാർട്ടി 1917 കേട്ടോ. ഓക്കെ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, അതേപോലെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇംഗ്ലണ്ടുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. മെയിൻ ആയിട്ട് എന്തിന്റെ ബർത്ത് പ്ലേസ് ആണ്? ഹൗസിംഗ് സൊസൈറ്റിന്റെ, കൺസ്യൂമർ സ്റ്റോർ മൂവ്മെന്റിന്റെ, അങ്ങനെ പിന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒറിജിനേറ്റ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന ഒക്കെ എന്താണ്? ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് പഠിക്കാം. മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടാണിത്, ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. 1793 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് വന്നത് കേട്ടോ. എന്താ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്ന് പറഞ്ഞാൽ? ഫ്രണ്ട്ലി സൊസൈറ്റീസ് വേർ ദ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഓഫ് philanthropists who providing consumer goods to poor people. കൺസ്യൂമർ ഗുഡ്സ് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് എന്ത്? ഫ്രണ്ട്ലി സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് വന്ന വർഷം ഏതാണ്? 1793 വന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ട്രേഡ് യൂണിയൻ മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കാം. ചാൾസ് ഔരത്ത് സ്റ്റാർട്ടഡ് എ റോച്ച്ഡെയിൽ വീവേഴ്സ് യൂണിയൻ. റോച്ച്ഡെയിൽ വീവേഴ്സ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ചാൾസ് ഔരത്ത് ആണ്. ഏത് വർഷം? 1824 സ്റ്റാർട്ട് ചെയ്തത്. 1824. ഇനി ആൻഡ് ഓൾസോ സ്റ്റാർട്ടഡ് റോച്ച്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി. റോച്ച്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത് ഏത് വർഷമാണ്? 1830 കേട്ടോ. ഇനി 1840 പോപ്പുലർലി നോൺ ആസ് ഹംഗ്രി ഫോർട്ടീസ്. ഹംഗ്രി ഫോർട്ടീസ് എന്നറിയപ്പെടുന്നത് 1840 ഇതൊരു തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിരുന്നു കേട്ടോ. 1940 തരാം, 1840 തരാം, 1740 തരാം, അങ്ങനെ ഇയറുകൾ തരാം. ഏത് 40 ആണ് ഹംഗ്രി ഫോർട്ടീസ് എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം 1840 ആണ് ഹംഗ്രി ഫോർട്ടീസ്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചു റോച്ച്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ഏത് വർഷമാണ്? 1824. 1824 റോച്ച്ഡെയിൽ വീവേഴ്സ് യൂണിയൻ. ചാൾസ് ഔരത്ത് കൊണ്ടുവന്നതാണിത്. അതേപോലെ തന്നെ റോച്ച്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി 1830. ഈ റോച്ച്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൺസിസ്റ്റിംഗ് ഓഫ് 60 ഫ്ലാനൽ വീവേഴ്സ്. 60 പാനൽ വീവേഴ്സ് ഉണ്ടായിരുന്നു. എന്തില്? നമ്മുടെ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കേട്ടോ. 1830. 1824 എന്ത് വന്നേ? റോച്ച്ഡെയിൽ വീവേഴ്സ് യൂണിയൻ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ 1793 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് കേട്ടോ. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. ഓക്കെ. അടുത്തത് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 1852 വന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട്. എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് ലോ റിലേറ്റിംഗ് ടു കോപ്പറേഷൻ ഇൻ ദ വേൾഡ്. കോപ്പറേഷനിൽ ആയിട്ട് റിലേറ്റ് ചെയ്ത ആദ്യത്തെ ലോ ആയിട്ടാണ് എന്തിനെ പറയുന്നത്? ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ടിനെ പറയുന്നത്. ഏത് വർഷമാണ്? 1852 അല്ലെ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ. ഇനി ജോൺ ലുഡ്ലോ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് ദ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് 1852. എന്താ പറയുന്നത്? ഈ ഒരു ആക്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ആയിട്ട് വഹിച്ചിരുന്നത് ആരായിരുന്നു? ജോൺ ലുഡ്ലോ എന്ന് പറയുന്ന വ്യക്തിയാണ്.
ഓക്കെ. ഇനി ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ വന്ന വർഷം നോക്കുക, 1869. 1869 ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹോളിയോക്ക് ഇൻ മാഞ്ചസ്റ്റർ. ഹോളിയോക്ക് ഇൻ മാഞ്ചസ്റ്ററിൽ 1869 ആണ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ വരുന്നത്. ഇനി മറ്റൊരു ആക്ട് ഉണ്ട്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. നമ്മൾ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പഠിച്ചു 1793 അല്ലെ. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഉണ്ട് 1896. അത് മറന്നു പോകരുത് കേട്ടോ. മറ്റേത് 1793 ആയിരുന്നു, ഇവിടെ 1896 ആയിട്ടോ. British Friendly Societies Act. This act is the basis of the Indian Cooperative Credit Societies Act. Indian Cooperative Credit Society ന്റെ ഒരു ബേസിസ് ആണ് ഏത് ആക്ട്? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് നമുക്ക് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പഠിക്കുമ്പം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇന്ത്യയിൽ വരാനുള്ള കാരണമായത്. ഒരു കാരണം അല്ലെങ്കിൽ ബേസ് ആയിട്ട് എടുത്തത് ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിനെയാണ്. ഏത് വർഷമാണത്? 1896 കേട്ടോ. ഇനി ABCUL എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് നോക്കാം. അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ക്രെഡിറ്റ് യൂണിയൻ ലിമിറ്റഡ്. അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ക്രെഡിറ്റ് യൂണിയൻ ലിമിറ്റഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ABCUL. നോക്ക്, ABCUL എന്ന് കണ്ടുമ്പോൾ തന്നെ ആലോചിക്കുക അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ്. ബി ഒക്കെ കാണുമ്പോൾ ബ്രിട്ടീഷിനെ ആലോചിക്കുക. അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ക്രെഡിറ്റ് യൂണിയൻ ലിമിറ്റഡ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ. ബ്രിട്ടീഷുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്കോട്ട്ലൻഡ് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ദ മെയിൻ ട്രേഡ് യൂണിയൻ ട്രേഡ് അസോസിയേഷൻ ഫോർ ക്രെഡിറ്റ് യൂണിയൻസ് ഇൻ ബ്രിട്ടൻ പ്രൊവൈഡ് ക്രെഡിറ്റ് ടു പീപ്പിൾ. ആളുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു ട്രേഡ് അസോസിയേഷൻ ആണ് എന്ത്? നമ്മുടെ അബ്കുൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ACCA ആണ്. ACCA എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെൻട്രൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ. അഗ്രികൾച്ചർ സെൻട്രൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ വന്ന വർഷം ഏതാണ്? 1956 വന്നത്. ദ നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആണ് ഇംഗ്ലണ്ടിന്റെ നോർത്ത് ഭാഗത്തുള്ളത്. അത് വാസ് എ കോപ്പറേറ്റീവ് ദാറ്റ് സപ്ലൈഡ് ഗുഡ്സ് ടു റീറ്റെയിൽ സൊസൈറ്റീസ്. റീറ്റെയിൽ സൊസൈറ്റീസിന് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1863 ബൈ EV നീൽ. 1863 EV നീൽ ഫൗണ്ട് ചെയ്തതാണ് എന്ത്? CWS അല്ലെ. നോർത്ത് ഓഫ് ഇംഗ്ലണ്ടിൽ വരുന്ന കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി EV നീലിന്റെ ആയിരുന്നു. അദ്ദേഹം ഫൗണ്ട് ചെയ്തതാണ് 1863. 1956 എന്താണ്? ACCA അല്ലെ, അഗ്രികൾച്ചറൽ സെൻട്രൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ. ഇനി സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഹോൾസെയിൽ സൊസൈറ്റി വന്ന വർഷം 1868 കേട്ടോ. 1868 മെയ്യിലാണ് വന്നത്. 1863 CWS കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി നോർത്ത് ഭാഗത്തുള്ളത്. 1868 സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? അബ്കുൾ സ്കോട്ട്ലൻഡ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ട്രേഡ് അസോസിയേഷൻ ആണ്, പീപ്പിൾസിന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ അബ്കുൾ എന്ന് പറഞ്ഞ ഇത് വന്നിരിക്കുന്ന അസോസിയേഷൻ അല്ലെ. അതിന്റെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ക്രെഡിറ്റ് യൂണിയൻ ലിമിറ്റഡ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിലെ റോബർട്ട് ഓവനെ കുറിച്ചും കുറച്ച് അതിലെ മെയിൻ ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.